ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് പഴയ നിയമ പ്രവാചകന്മാരിലൂടെ സാക്ഷ്യപ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട പ്രവചനങ്ങളായിരുന്നു ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളും അതിനുശേഷം ഉണ്ടാകുന്ന ആ വലിയ മഹത്വവും. അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ നിന്നും വായിക്കുകയാണെങ്കിൽ, ഒന്ന് പത്രോസ് ഒന്നാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ എന്നാണ് പത്രോസ് അതിനെക്കുറിച്ച് എഴുതിയിരുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവ് പഴയ നിയമ പ്രവാചകന്മാരിൽ വസിച്ചുകൊണ്ട് അവർക്ക് തന്നെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയാത്ത വചനങ്ങൾ അവരെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നാണ് ഈ വേദഭാഗത്തിലൂടെ പത്രോസ് അറിയിക്കുന്നത്. തന്റെ വായനക്കാർ, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മളോടൊക്കെ പറയുന്നത്, പണ്ട് എഴുതിയ പ്രവാചകന്മാർ അവർക്കത് മനസ്സിലായില്ല വ്യക്തമായിട്ട് എന്തൊക്കെയാണ് അവർ എഴുതി വെക്കുന്നുള്ളത്. വിവിധ കാലയളവിൽ ജീവിച്ചിരുന്ന പഴയ നിയമ പ്രവാചകന്മാർ ആ വചനങ്ങളെ കൂടുതലായി മനസ്സിലാക്കാൻ അവർ തങ്ങളുടെ തന്നെ എഴുത്തുകളിൽ പരതുകയായിരുന്നു. ഒരു വിധത്തിൽ വീണ്ടും വായിച്ചു നോക്കി അത് എപ്പോഴുള്ള കാലം, ഏത് കാലത്ത്, എങ്ങനെയുള്ള, ഇവരുടെ എവിടെയാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ അതിനെ അന്വേഷിച്ചിരുന്നു. ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്, അതാണല്ലോ നമ്മൾ കണ്ടത്. അവരിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവിൽ അവർ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെയും മഹത്വങ്ങളെയും സാക്ഷീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 22-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളും, 22 മുതൽ അതിന്റെ ബാക്കി അവസാനം വരെയുള്ള 31 വരെയുള്ള വാക്യങ്ങളിൽ അവന്റെ മഹത്വവും കാണുന്നത് നമ്മളത് വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ സങ്കീർത്തനങ്ങളൊക്കെ അതിനെ ശുശ്രൂഷിക്കുക, പല ദാസന്മാർ ശുശ്രൂഷിക്കുന്ന കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ ആദ്യ 9 വാക്യങ്ങളിൽ ക്രിസ്തുവിനുണ്ടാകാൻ പോകുന്ന കഷ്ടതയും 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ താൻ പ്രാപിക്കുന്ന മഹത്വവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവിന്റെ തന്നെ പ്രവചനത്തിലെ 52, 54 അധ്യായങ്ങളിൽ ഇതിനോടുള്ള ചേർത്തുള്ള, അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ചുള്ള കുറെ നിരവധി പ്രവചനങ്ങൾ, നിരവധി വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് യേശു കർത്താവ് യെരൂശലേമിൽ നിന്ന് എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തതും ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നടന്നതിനെ അതിനെക്കുറിച്ച് കേട്ടതാണല്ലോ. അവിടെ മോശ തുടങ്ങിയ പ്രവാചകന്മാരിൽ, അല്ലെങ്കിൽ കർത്താവ് അവർക്കും വിശദീകരിച്ചു കൊടുത്തതൊക്കെ ആ ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ട്. ഈ വാക്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നിശ്ചയിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന് വരേണ്ട ആ കഷ്ടപ്പാടുകളും തുടർന്ന് താൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമെന്നുള്ള ആ കാര്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. യെശയ്യാ പ്രവചനത്തിലെ 53-ാം അധ്യായം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കഷ്ടപ്പാടിനെയും തുടർന്നുണ്ടാകുന്ന മഹത്വത്തെയും കുറിച്ച് പഴയ നിയമത്തിലെ മറ്റു പ്രവചനങ്ങളെക്കാളൊക്കെ കൂടുതൽ വ്യക്തവും പൂർണ്ണമായി അവിടെ, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പൂർണ്ണമായ ഒരു പ്രവചനമായി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ അധ്യായം ക്രിസ്തുവിന്റെ അദൃശ്യമായ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചനം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ സുവിശേഷകനായ യെശയ്യാവിന്റെ സുവിശേഷം എന്ന് വിളിക്കാം എന്ന നിലയിൽ തന്നെ ആ അധ്യായം അത്ര മനോഹരമാണ്. നമ്മുടെ സമായോഗങ്ങളിലൊക്കെ കർത്തൃമേശ ആചരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ വായിക്കുന്നത് നമ്മൾ പതിവാണല്ലോ. ഈ അധ്യായത്തിലെ ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തിലെ പ്രവചനവുമായി നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ കൂട്ടിക്കലർത്തുന്നതിലൂടെ യേശു ക്രിസ്തുവിനോട്, അതായത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് മഹത്വീകരിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ നമുക്ക് കഴിയും. അതിന്റെ ആ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ വചനങ്ങളിലെ അർത്ഥം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ, അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന ജനത്തിന്റെ അവിശ്വാസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില ഭാഗങ്ങൾ വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ ഞാനതൊന്ന് ഓടിച്ച് വായിച്ചു പോകട്ടെ. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണുകെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു,
കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലാതാനും അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരായുള്ള മാനത്തെ അധികം സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ 12-ാം അധ്യായത്തിലെ 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് യേശുക്രിസ്തു അവരുടെ ഇടയിൽ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള അറിവ് പകരാൻ വേണ്ടിയായിരുന്നു. നമുക്കറിയാം, കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, പക്ഷവാതക്കാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അങ്ങനെ നിരവധി അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സൗഖ്യം മാത്രം പകർന്ന് മടങ്ങിപ്പോകാനല്ല കർത്താവ് അവിടെ വന്നിരുന്നത്. അതിനുവേണ്ടി മാത്രമായിരുന്നില്ല കർത്താവ് ആ അത്ഭുതങ്ങൾ ചെയ്തിരുന്നത്. ആവശ്യക്കാരന്റെ മുന്നിൽ കർത്താവ് പ്രവർത്തിച്ചു എന്നുള്ളത്, അവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഒക്കെ അപ്പുറത്ത് കർത്താവ് ചെയ്തെടുക്കാൻ പോകുന്ന ആ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ആ അറിവ് പകരാനുള്ള മുഖാന്തരങ്ങളായിട്ടായിരുന്നു കർത്താവ് ആ അത്ഭുതങ്ങളെ ഒക്കെ ചെയ്തത്. അന്ന് ആ അത്ഭുതങ്ങൾ കണ്ട് ആ ജനം അതിനെ പല വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ട് അവിടെ നിന്ന് കടന്നുപോയതായിട്ട് നമുക്ക് പല ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പല നിലയിലുള്ള അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചുള്ളതൊക്കെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഇന്ന് വ്യാജമായതും അല്ലാത്തതുമായ അത്ഭുതങ്ങളുടെ പുറകെ ജനം പോകുമെങ്കിലും ക്രിസ്തുവിനെ കാണാൻ മനസ്സ് വെക്കാത്തൊരു ജനസമൂഹത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അത്ഭുതങ്ങളെ കാണുവാൻ വേണ്ടി, അത്ഭുതങ്ങൾ ഉള്ളെന്ന് കേൾക്കുന്നിടത്തൊക്കെ ഓടിക്കൂടാറുണ്ട്. അങ്ങനെയുള്ള യോഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വാർത്തകൾ കാണാറുണ്ടല്ലോ പ്രിയമുള്ളവരെ. പക്ഷെ അതിന്റെയൊക്കെ മധ്യേ ക്രിസ്തുവിനെ കാണാൻ മനസ്സ് വെക്കാത്ത വലിയൊരു കൂട്ടമുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാലാകാലങ്ങളായി ദൈവം വിവിധ പ്രവാചകന്മാരോട് അരുളി ചെയ്തത് വിശ്വസിക്കാത്ത ജനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യെശയ്യാവ് ഇവിടെ പറയുകയാണ്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇവിടെ യഹോവയുടെ ഭുജം അല്ലെങ്കിൽ കൈ എന്നതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. യഹോവയുടെ വലങ്കരം എന്നത് ദൈവിക സംരക്ഷണത്തോട് ബന്ധിപ്പിച്ച് പഴയ നിയമത്തിലെ നിരവധി ഭാഗങ്ങളിൽ ഉപയോഗിച്ചത് നമുക്കറിയാമല്ലോ. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയെ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു, യഹോവയെ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. സങ്കീർത്തനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒത്തിരി ഭാഗങ്ങൾ കാണാം. ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. 21-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ കൈ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും, നിന്റെ വലങ്കൈ നിന്നെ പായിക്കുന്നവരെ പിടികൂടും. ഇവിടെയൊക്കെ അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തോട് ബന്ധപ്പെടുത്തിയാണ് വലങ്കരം എന്നുള്ള ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീര്യമുള്ള ദൈവത്തിന്റെ കരം കൊണ്ട് ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ആ ഒറ്റ അല്ലെങ്കിൽ ആ ചിന്ത, ആ ഒറ്റ വായന നമുക്ക് എല്ലാവർക്കും ലഭിക്കും. നമ്മൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. എന്നാൽ ഇവിടെ ദൈവം പ്രവർത്തിക്കും എന്നതിന് പകരം ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വലങ്കരം പ്രവർത്തിക്കുമെന്ന ആശയം, ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വലങ്കൈയായുള്ള ഒരു വ്യക്തി പ്രവർത്തിക്കുന്നു എന്നതിനെയാണ് വ്യക്തമാക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ വലങ്കരം അല്ലെങ്കിൽ ദൈവത്തിന്റെ വലങ്കരത്താൽ പിടിക്കണമേ അല്ലെങ്കിൽ ദൈവത്തിന്റെ വലം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് തന്നെയാണ് അർത്ഥം. പക്ഷെ അതിനേക്കാൾ കുറെ കൂടെ ഒരു വലിയ ആശയം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വലങ്കൈയായുള്ള ഒരു വ്യക്തിത്വം അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ യെശയ്യാവ് ഇവിടെ ചോദിക്കുന്നു, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതുവരെയുള്ള സൂചനകളിൽ നിന്നും മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഹോവയുടെ ഭുജം കർത്താവായ യേശുക്രിസ്തു തന്നെയാണെന്ന് അത് വ്യക്തമാണല്ലോ. യെശയ്യാവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭുജം എന്ന പദത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഭുജം എന്ന അതിന്റെ അർത്ഥം വേദപുസ്തക ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ ലഭിക്കുന്ന ചില അർത്ഥങ്ങൾ ഞാൻ ഇന്ന് രാത്രിയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമുക്ക് സാധാരണക്കരം അല്ലെങ്കിൽ ഒരു വലങ്കരം എന്ന് പറയുമ്പോൾ കുറെ കൂടെ സ്വാധീനമുള്ള, പ്രവർത്തിക്കാൻ ശക്തമുള്ള, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം വലങ്കരം ഉപയോഗിച്ച് കൂടുതൽ ശക്തിയുള്ള നിലയിൽ അല്ലെങ്കിൽ ആ കരം എന്നുള്ള ഒരു സാധാരണ കരം എന്ന നിലയിൽ അതിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി രണ്ടാമത്, കരം എന്നത് ശക്തിയുടെ ഒരു പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഒത്തിരി ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവർ ഒരു വശത്തേക്ക് അല്പം ചെരിഞ്ഞു നിന്ന് കൈകളുടെ പേശികളൊക്കെ പെരുപ്പിച്ച് ശക്തിയുടെ പ്രകടനം നടത്തുന്ന അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ പരിചിതമാണല്ലോ. അതൊരു കരം തന്നെയാണ് അവിടെ കാണിക്കുന്നത്, ആ ശക്തിയെ കാണിക്കുന്നത്. ഇനി ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഇമോജികളൊക്കെ ശക്തി പ്രകടനം കാണിക്കുന്നതൊക്കെ നമുക്ക് പരിചയമായ കാര്യങ്ങളാണല്ലോ. അതുപോലെ
തന്നെ സൈനിക രാഷ്ട്രീയ ശക്തിയുടെ പ്രതീകമായും ഇവിടെ ഈ ഭുജത്തിന് അർത്ഥമുണ്ട്. സൈന്യങ്ങളുടെ ഹോവ എന്നൊക്കെ പറയുമ്പോൾ ഒരു സൈനിക ശക്തിയെയും അത് കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി ഈ പദത്തിന് തന്നെ കൊടുത്തിരിക്കുന്ന മറ്റല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനം അല്ലെങ്കിൽ എബ്രായ ഡിക്ഷണറിയിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു പദത്തിനർത്ഥം ഷോൾഡർ അല്ലെങ്കിൽ ചുമൽ എന്നുള്ള അർത്ഥത്തിലും ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. താങ്ങുന്ന, ആശ്വാസം പകരുന്ന ചുമൽ എന്ന വിശദീകരണങ്ങളൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ ചുമലിൽ ചാരാം, കർത്താവിന്റെ മാറിൽ ചാരാം, കർത്താവിന്റെ കരത്തിൽ വിശ്രമിക്കാം എന്നുള്ള പദങ്ങളൊക്കെ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മൾ അതിനെയൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ്. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഷോൾഡർ എന്ന പദം അല്പം വ്യത്യസ്ത ആശയത്തിലാണ്. പഴയ നിയമകാലത്ത് യാഗത്തിനായി സമർപ്പിക്കുന്ന മൃഗത്തിന്റെ ഷോൾഡർ അഥവാ കൈക്കുറകെടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുന്ന ഒരു പതിവിനെ കുറിച്ച് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങളിൽ അത് വിവരിക്കുന്നുണ്ട്. ഇവിടെ യാഗമായി തീർന്ന യഹോവയുടെ ഭുജം അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നമ്മൾ എല്ലാവരുടെയും സമാധാനവും ആശ്വാസവും നമ്മുടെ കർത്താവ് തന്നെയാണല്ലോ. തുടർന്നുള്ള വാക്യങ്ങൾ, യെശയ്യാപ്രവചനത്തിലെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനെയാണ് അത് കൂടുതൽ സാധീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് കൂടുതൽ അത് സാക്ഷീകരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 53-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യം. നോക്കുക, ആ ഭുജം എന്നുള്ള പദത്തിൽ എത്ര ആഴത്തിലാണ് അവിടെ അതിൽ ഉള്ള അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ രാത്രി നമ്മൾ വെളിപ്പെടുത്തുന്നല്ലോ. ഈ വാക്യത്തിൽ യഹൂദ ജനതയുടെ മുമ്പിൽ വെളിപ്പെട്ട ദൈവിക സത്യത്തിന് നേരെ അന്ധമാക്കപ്പെട്ട മനുഷ്യ ഹൃദയത്തെയാണ് ആ ചോദ്യത്തിലൂടെ അവിടെ യെശയ്യാവ് അവിടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതല്ലോ. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളും തുടർന്നുള്ള ക്രൂശ് മരണത്തിലും കൂടി അവൻ പ്രാപിച്ച മഹത്വത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിയാത്ത സകലരും അന്ധരാണ്. ആ വചനം അതാണ് പറയുന്നത്. അതായത് ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ആദ്യ ഒരു ഭാഗത്ത് കഷ്ടാനുഭവങ്ങളെ കാണാൻ കഴിയുന്നത്, ആ കഷ്ടാനുഭവങ്ങൾക്ക് ശേഷം ആ കർത്താവ് പ്രാപിക്കുന്ന മഹത്വത്തെയും അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അന്നേരം ആ നിലയിൽ ആ ക്രൂശ് മരണത്തിൽ കൂടി അവൻ പ്രാപിച്ച ആ മഹത്വത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിയുന്ന, ആ കാഴ്ചകൾ കാണാൻ കഴിയാത്ത സകലരും അന്ധര് തന്നെയാണെന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആത്മീയ കാര്യങ്ങളിലെ ഈ അന്ധതയുടെ അടിസ്ഥാന കാരണം പാപം തന്നെയാണ്. പാപമാണ് ഈ അന്ധതയ്ക്ക് കാരണം. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ യഹൂദനായി ജനിച്ചാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശ്രേഷ്ഠ ജാതിയിൽ ജനിച്ചാലും, ചിലരൊക്കെ വളരെ തങ്ങളുടെ ജാതികളെ കുറിച്ചൊക്കെ വളരെ ശ്രേഷ്ഠത പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞത്, ഏതെങ്കിലും ശ്രേഷ്ഠ ജാതിയിൽ ജനിച്ചാലും, അതുമല്ലെങ്കിൽ ഇനി ഒരു ക്രൈസ്തവ പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചാലും അതിൽ നിന്ന് ഒരു ഒഴിവ് കഴിവും പറയാൻ കഴിയില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം. ആദ്യത്തെ 3 വാക്യങ്ങളിലെ പല വാക്യങ്ങൾ, യെശയ്യാപ്രവചനത്തിലെ 53-ാം അധ്യായത്തിലെ കാര്യം ഞാൻ പറയുന്നത്, ആ 3 വാക്യങ്ങളിലെ പല വാക്കുകളും മിശിഹായുടെ എളിയ ഉത്ഭവത്തെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതിന്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഇവിടെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരുമെന്നുള്ളത്. ഇതൊരു അസാധാരണമായ ഒരു പ്രയോഗമാണ്. വരണ്ട നിലത്ത് നിന്ന് മുളച്ചു വരുന്ന ഒരു വേര് അതൊരു ഇളം ചെടി പോലെ വളരുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ വീടുകളിലൊക്കെ നാം ചെടികൾ വളർത്താറുണ്ട്, അല്ലെങ്കിൽ ചെടിച്ചട്ടികളിലൊക്കെ ചെടികൾ വളർത്താറുണ്ട്. 1-2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വാടി ഉണങ്ങി പോകുമെന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അല്ലെങ്കിൽ മഴ പെയ്യുന്ന കാലം അല്ലെങ്കിൽ വേനൽക്കാലം ഒക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊക്കെ അതിന് നമ്മൾ വെള്ളം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അതിന്റെ വേരുകൾക്ക് കടന്നു ചേർന്ന് വെള്ളം ശേഖരിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ആ ചെടിച്ചട്ടിയുടെ ബൗണ്ടറി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. അതുപോലെ വെള്ളം വളരെ വിരളമായി ലഭിക്കുന്ന മരുഭൂമികളിലും സസ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. അതായത് ഒരു വരണ്ട നിലം ഫലവത്തായ നിലയിൽ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു പ്രകൃതി സത്യം തന്നെയാണ്. അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ഒരു എന്താ പറയാ, അതിന് ആ സത്യം തന്നെയാണ്. അതിനാൽ വരണ്ട നിലത്ത് നിന്ന് എന്തെങ്കിലും മുളച്ചു വന്നാൽ അത് വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ മിശിഹയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കുമെന്നാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത്. അവൻ ദൈവത്തിന്റെ ഒരു ചെടിയായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു മുളയായിരിക്കും. യെശയ്യാവ് കൂടുതലും ഉപയോഗിക്കുന്നത് ആ മുള എന്നുള്ള ഒരു പദത്തിൽ തന്നെയാണ്. ചെടിയായിരിക്കും, അവൻ അഭിവൃദ്ധി പ്രാപിക്കും. പക്ഷെ അതേസമയം വരണ്ട നിലത്തു നിന്നുമായിരിക്കുമെന്നാണ് ഈ അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നത്. യേശു കർത്താവിന്റെ വംശാവലിയിലേക്ക് നോക്കുമ്പോൾ, പുതിയ നിയമത്തിൽ വംശാവലിയെ കുറിച്ചുള്ള കൃത്യമായ രേഖകൾ നമുക്ക് വായിക്കുകയും നമ്മൾ അറിയുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. ആ വംശാവലിയെ നോക്കുമ്പോൾ അവൻ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നുള്ളവനാണെന്ന് വേദപുസ്തക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. സകല മനുഷ്യരെയും രക്ഷിക്കാൻ വന്ന യേശു മെശിഹ ആ മഹാനായ രാജാവിന്റെ പിൻഗാമിയാണ്. ദാവീദ് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ കൃത്യമായി, വളരെ അവർക്ക് ആ ജാതി മുഴുവൻ അഭിമാനിക്കുന്ന ഒരു വലിയ ഒരു രാജ്യത്വമായിരുന്നു ആ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ അവർ ഒത്തിരി ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജാവും രാജ്യത്വമുള്ള ആ കാലഘട്ടമായിരുന്നു ദാവീദ് രാജാവ് എന്ന് നമുക്കറിയാമല്ലോ. സകലരും
എന്നാൽ യേശുക്രിസ്തു ജനിച്ച സമയത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം അല്ലെങ്കിൽ യേശുക്രിസ്തു ജനിച്ച സമയത്തുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ആ ജനതയുടെയും സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വരണ്ട നിലം എന്നത് അതിനെ വിശേഷിപ്പിക്കാൻ വളരെ അനുയോജ്യമായ ഒരു പദമാണ്. അതായത് യേശുക്രിസ്തു ഇസ്രായേലിലെ പ്രശസ്തനായ ദാവീദ് രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സാധാരണ മരപ്പണിക്കാരനായിരുന്നു. തച്ചന്റെ മകൻ എന്നൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ബന്ധുമിത്രങ്ങളിൽ അധികം ആൾക്കാരും പാവപ്പെട്ട മുക്കുവന്മാരായിരുന്നു. കാരണം പിന്നീട് കർത്താവിന്റെ ശിഷ്യന്മാരായി കടന്നു വന്നവരൊക്കെ ആ മുക്കുവന്മാരിൽ പലരുമായിരുന്നു. അല്ലെങ്കിൽ അവരെയൊക്കെയാണ് ആദ്യമായി നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങൾ എന്ന് കാണുന്നുണ്ട്. അന്നേരം സാധാരണപ്പെട്ട പാവപ്പെട്ട മുക്കുവന്മാരൊക്കെ ആയിരുന്നു ഈ പറയുന്ന യോസഫ് അല്ലെങ്കിൽ കർത്താവിന്റെ പിതാവായ യോസഫിന്റെ ബന്ധുക്കൾ എന്ന് നമുക്ക് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ നസറേത്തിൽ നിന്നുള്ള ഒരു എളിയ കുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു എന്നുള്ളതും ആ വാക്കുകൾ നമുക്ക് അല്ലെങ്കിൽ ആ സുവിശേഷങ്ങൾ നോക്കുമ്പോഴേക്കും നമുക്ക് കാണുന്നുണ്ട്. അവിടെ അവർ ആ നസറേത്തിൽ വളരെ ദരിദ്രരും വളരെ താഴ്ന്ന നിലയിലുമുള്ളവരായിരുന്നു എന്നുള്ളത് അതിന്റെ തുടർന്നുള്ള സാഹചര്യം തുടർന്നുള്ള ആ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ആ അല്ലെങ്കിൽ വരണ്ട നിലം എന്നുള്ള അല്ലെങ്കിൽ അത് എന്ന് പറയുന്ന കാര്യം അത് സത്യമായിരുന്നതുപോലെ ആ ജനതയുടെ കാര്യത്തിലും അത് സത്യമായിരുന്നു. ഇസ്രായേൽ റോമൻ ഭരണാധികാരികളുടെ അധീനതയിലുള്ള ഒരു പ്രദേശമായിരുന്നു. ആ സമയത്ത് സ്വാതന്ത്ര്യമില്ലാത്തവരായ അവർ വലിയ തോതിൽ റോമാക്കാർക്ക് കരം കൊടുക്കുവാൻ നിർബന്ധിതമായിരുന്നു എന്നുള്ളതും സുവിശേഷത്തിൽ നിരവധി തെളിവുകൾ നമുക്കറിയാമല്ലോ. അന്നത്തെ ഇസ്രായേലിനെ നോക്കിയാൽ ഭൂമി വരണ്ടുണങ്ങി എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയമായി മാത്രമായിരുന്നില്ല. രാഷ്ട്രീയമായ ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു, രാഷ്ട്രീയമായി അവർക്ക് അഭിവൃദ്ധികളില്ലായിരുന്നു. അത് മാത്രമായിരുന്നില്ല, അവർ ആത്മീയമായും അന്ന് ദരിദ്രമായിരുന്നു. കർത്താവിന്റെ കാലത്തേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ 400-ൽ പരം വർഷങ്ങളായി അവർക്കൊരു പ്രവാചക ശബ്ദമോ അല്ലെങ്കിൽ ഒരു ദൈവിക ഇടപെടലോ അവർ കേട്ടിട്ടില്ല. അവരുടെ അടുക്കിലേക്ക് ആരും വന്നിട്ടില്ല. ക്രിസ്തുവിന്റെ വരവിന്റെ സമയത്ത് യെശയ്യാവ് പ്രവചിച്ചതുപോലെ ഇസ്രായേലിൽ വലിയ അന്ധതയായിരുന്നു. കർത്താവായി നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുള്ള അവരുടെ വലിയ ഹൃദയ കാഠിന്യം, സ്വയം ന്യായീകരിക്കാനും മറ്റൊരു കൊടുക്കുവാനായിട്ടുള്ള അവരുടെ നിയമവാദങ്ങൾ, ന്യായപ്രമാണങ്ങളിലെ ശബത്ത്, അങ്ങനെയുള്ള പല നിയമവാദങ്ങൾ, പരീക്ഷന്മാരുടെ പഠിപ്പിക്കലുകൾ, പഴയ നിയമ തിരുവെഴുത്തുകൾ പ്രകാരം കർത്താവിന്റെ വരവിനെ വിശദീകരിച്ച് നൽകിയിട്ടും അത് വിശ്വസിക്കാത്ത ഒരു ജനത്തെയാണ് നമുക്ക് കാണുന്നത്. ആത്മീയമായും വരണ്ടിരുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ ആണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും യേശു ക്രിസ്തു വന്നത് അത്തരം ഒരു മണ്ണിൽ നിന്നാണ്. അവന്റെ ജനനം ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു, അതൊരു അത്ഭുതവുമായിരുന്നു. അതിന്റെ തുടക്കത്തിൽ അതൊരു കടുകുമണി പോലെയായിരുന്നു, അത് അത്ര അപ്രധാനമായി തോന്നിക്കുന്നതുമായിരുന്നു എന്ന് നമുക്ക് ആദ്യ ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ വരണ്ട നിലവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ കൂടെ ആ വാക്യത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആ യെശയ്യാ പ്രവചനത്തിന്റെ 53-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. പ്രിയമുള്ളവരെ, അവിടെ മനുഷ്യരെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ അല്ലെങ്കിൽ അന്നുള്ള ലോക ജനത്തെ അവനിലേക്ക് ആകർഷിക്കാൻ അവന് സൗന്ദര്യമോ ഗംഭീരമോ ഉണ്ടായിരുന്നില്ല. അതായത് അവന്റെ രൂപത്തിൽ നമുക്ക് അവനെ ആഗ്രഹിക്കാൻ ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇത് യേശുക്രിസ്തുവിന്റെ ബാഹ്യരൂപത്തെയോ പെരുമാറ്റത്തെയോ അല്ല സൂചിപ്പിക്കുന്നത്. ഇത് പ്രധാനമായും അവന്റെ ആകർഷകമല്ലാത്ത ആ ഭൂതകാലത്തെയും ആ വർത്തമാന കാലത്തെയും തന്നെയാണ് അത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ ജനിച്ച സമയത്ത് പൈതൽ ഒരു ദിവ്യ സുന്ദരനായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിലും ഇബ്രായ ലേഖനത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവ്യ സുന്ദരനായിരുന്നു. ആ ഒരു പ്രത്യേക ആകർഷണീയത ആ പൈതലിന്റെ മേലുണ്ടായിരുന്നു. പിൽക്കാലത്ത് മോശയുടെ മുഖത്ത് വെളിപ്പെട്ട തേജസ്സിനെ അഭിമുഖീകരിക്കാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ മോശ ഒരു മൂടുപടം ഇട്ടിരുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയാം. കാരണം ആ തേജസ്സിന്റെ മുഖത്ത് അവർക്ക് നിൽക്കാൻ കഴിയില്ലായിരുന്നു. അതുപോലെ ആയിരുന്നു മോശയുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മോശയുടെ ജീവിതത്തെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മറുരൂപ മലയിൽ വെച്ച് ചുരുക്കം ചില ശിഷ്യന്മാരൊഴിച്ച് ആരും യേശുക്രിസ്തുവിന്റെ ആ വലിയ മഹത്വം നേരിട്ട് കണ്ടിരുന്നില്ല. അവന്റെ അടുക്കിലേക്ക് എല്ലാവരും വന്നിരുന്നു. കുഷ്ഠരോഗികൾ വന്ന് അവന്റെ അടുക്കൽ അവന്റെ പാദമെടുത്ത് വരുമായിരുന്നു. അന്തർ യേശുവേ, നസ്രായനായ യേശുവേ എന്ന് വിളിച്ച് നിലവിളിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ കൂടുമായിരുന്നു. അത്ര സ്വാതന്ത്ര്യത്തോടെ അവന്റെ അടുക്കൽ വരുവാൻ കഴിയുമായിരുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന സമയത്തും അവൻ കോമള രൂപനായിരുന്നു എന്ന് തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് നമ്മൾ വായിച്ചിട്ടുണ്ട് ശമൂവേലിന്റെ പുസ്തകത്തിലൊക്കെ. എന്നാൽ കർത്താവിനെ കുറിച്ച് ആരും അങ്ങനെ ഒന്നും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ശുപാർശയോ അല്ലെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നും പറയുവാൻ അവിടെ കാണുന്നില്ല. ആകർഷകമല്ല എന്ന് പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ പെരുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം അവനിൽ ആകർഷകമായ പലതും ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ആളുകൾ അവനെ സ്വാഭാവികമായി സ്വീകരിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചുങ്കക്കാരുടെയും പാപികളുടെയും ഒക്കെ സുഹൃത്തായിരുന്നു. അവർ അവന്റെ ചുറ്റും കൂടി. അവരെല്ലാം കർത്താവ് വരുമ്പോൾ ആൾക്കാർ ഒട്ടും ഓടിക്കൂടുമായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവൻ പഠിപ്പിക്കാൻ
തുടങ്ങിയപ്പോഴാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ പ്രമാണിമാരും മത നേതൃത്വത്തെ ഭയപ്പെടുന്നവരൊക്കെ അവനെ വിട്ട് ഓടിപ്പോകുന്നത്, അല്ലെങ്കിൽ അവനെ വിട്ട് അവിടം വിട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ച്, നമ്മൾ ആ വാക്ക് വായിച്ചാണല്ലോ, കർത്താവ് പഠിപ്പിച്ചത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അവർക്ക് അനുസരിക്കാൻ കഴിയാത്ത ഭാഗങ്ങളൊക്കെ വന്നപ്പോൾ ആ പ്രമാണിമാരും ആ മത നേതൃത്വത്തെ ഭയപ്പെടുന്നവരൊക്കെ കർത്താവിനെ ഉപേക്ഷിച്ചു പോയി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് ഒരു കർക്കശക്കാരനോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തവനോ ആയിരുന്നു എന്നല്ല, മറിച്ച് അവന്റെ വംശ പാരമ്പര്യയിലോ ഉത്ഭവത്തിലോ കുടുംബത്തിലോ ഉള്ള യാതൊന്നും ഒരു മനുഷ്യരുടെ നേതാവ് അല്ലെങ്കിൽ മിശിഹ, ഒരു രാജാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ സ്വാഭാവികമായി ആകർഷകമാക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ആ വാക്കുകൾ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത്. അന്നത്തെ ആളുകൾ, അതായത് കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾ കർത്താവിന്റെ ഉത്ഭവത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ മത്തായി എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്. 13-ാം അധ്യായത്തിന്റെ 55 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നവരല്ലയോ, ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെയല്ലയോ, ഇവന് ഇതൊക്കെയും എവിടെ നിന്നെന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് അവനെ പുച്ഛിക്കും. ശരിക്കും നമ്മൾ ആ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മൾ സാധാരണ മട്ടിൽ നമ്മൾ വേദപുസ്തകം വായിച്ചു പോകുമ്പോൾ നമുക്കതിന്റെ ആഴം മനസ്സിലാക്കില്ല. എന്നാൽ നമ്മൾ ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമന്റ്സിന്റെ ഒക്കെ താഴെയൊക്കെ എഴുതിയിരിക്കുന്ന ചിലത് കാണുമ്പോൾ ജാതി പേര് പറഞ്ഞ് അവഹേളിക്കുന്നത്, പേര് കണ്ട് അവനെ വിധിക്കുന്ന ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യർ ഇത്രമാത്രം ക്രൂരരാകുന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതുപോലെയുള്ള വാക്കുകളാണ് ഇവൻ അങ്ങനെ ആ പുച്ഛത്തോടെയാണ് പറയുന്നത്. ഇവൻ ആ തച്ചന്റെ മകനല്ലോ, ഇവന്റെ മറിയ അല്ല, ഇവന്റെ അമ്മ മറിയ അല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യൂസ, ഇവരാരും പ്രശസ്തരല്ല, അവരാരും ഒന്നുമില്ല. അന്നേരം ആ നിലയിലൊക്കെ പുച്ഛത്തോടെയായിരുന്നു അവർ കണ്ടിരുന്നത്. ദൈവം പ്രകാശിപ്പിച്ച ചിലർ ഒഴികെ ആരും അവന്റെ ശിഷ്യത്വത്തിനായി ശുപാർശ ചെയ്തില്ല. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, സകല ലോകത്തിന്റെ ഈ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടെന്ന് പറഞ്ഞ് അവനെ സാക്ഷ്യപ്പെടുത്തി അവന്റെ 2 ശിഷ്യന്മാർ അവന്റെ കൂടെ പോയി. അങ്ങനെ ദൈവം പ്രകാശിപ്പിച്ച ചിലർ മാത്രമേ ആ കർത്താവിനെ ഒന്ന് ശുപാർശ ചെയ്ത് അവന്റെ അടുക്കിലേക്ക് ആളുകളെ അയച്ചുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാവ് ഇങ്ങനെ പ്രവചിച്ചത്. 53-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസന പാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം കറച്ചു കളയത്തക്കോണം അവൻ നിന്ദിതനായി തീർന്നു. നാം അവനെ ആദരിച്ചതുമില്ല എന്ന വാക്യങ്ങൾ നമുക്ക് കാണുന്നത്. കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ദുഃഖിതനും കഷ്ടപ്പാടുകൾ പരിചിതനുമായ ഒരു മനുഷ്യനെ പോലെ അന്നുണ്ടായിരുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും തുടർച്ചയായി യാത്ര ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സുവിശേഷത്തിൽ അറിയാം. കർത്താവിന്റെ യാത്രയെ കുറിച്ച് നമ്മൾ പല ഭാഗങ്ങളും പല പ്രാവശ്യം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നസറേത്തിലെ യേശുവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് യെശയ്യാവ് ഈ 53-ാം അധ്യായത്തിൽ ആദ്യ വാക്യങ്ങളിൽ നൽകുന്നത്. അന്ന് ജീവിച്ചിരുന്ന അനേകരുടെ മുന്നിൽ യേശു കർത്താവിന്റെ ജീവിതം കുറെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി ക്രൂശിൽ അവസാനിച്ചു എന്നതാണ് നമുക്കറിയാം. അന്ന് കർത്താവിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ക്രൂശിക്കാൻ കൊണ്ടുപോയ മതപുരോഹിതർ, പ്രമാണിമാർ, അതിന് കൂട്ടുനിന്ന പടയാളികൾ, കൂട്ടുനിന്ന ജനങ്ങൾ, അവരൊക്കെ വിചാരിച്ചു കർത്താവിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു, ക്രൂശിച്ചു, അല്ലെങ്കിൽ ശവക്കല്ലറിൽ വെച്ചു, അടച്ചു, പൂട്ടി, അതോടുകൂടി ആ അധ്യായം തീർന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇന്നുള്ളവരിലും ബഹുഭൂരിപക്ഷം ആൾക്കാരിലും ഇതേ ചിന്ത തന്നെയാണുള്ളത്. ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിച്ചവരിൽ അനേകർക്കും യേശുക്രിസ്തുവിന്റെ കഷ്ടവും ക്രൂശു മരണവും ഉയർപ്പും ഒക്കെ ഒരു ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്റർ ഞായറാഴ്ചയും ഒക്കെ ആചരിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും മാത്രം ഒതുങ്ങിയാണ്, അവിടെ മാത്രം നിൽക്കുകയാണെന്ന് നമുക്ക് അറിയാം. അവർ ആ ചില ദിവസങ്ങളിൽ അത് തന്നെ ആഘോഷിക്കുന്നത് അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ മദ്യപാനത്തിലും മറ്റതിലും ഒക്കെയാണല്ലോ അത് അവസാനിക്കുന്നത് നമുക്കറിയാം. ഇന്നും അവർ ചിന്തിക്കുന്നത് അന്ന് ഉയർത്തു, അന്ന് മരിച്ചു, അന്ന് ഉയർത്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതേസമയം ദൈവവചനത്തിൽ പ്രകാശിതരായി അന്ധത മാറിയവർ യേശു കർത്താവിന്റെ കഷ്ടതയും ക്രൂശുമരണവും അതിനപ്പുറം ഉയർത്തെഴുന്നേൽക്കുന്നതും സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ദൈവം മഹത്വത്തിൽ ഇരിക്കുന്നതും അവർ ആത്മാവിൽ കാണുന്നുണ്ട്. കർത്താവിനാൽ പ്രകാശിതരായവർക്ക് മാത്രമേ ആ കാഴ്ച കാണാൻ കഴിയുന്നുള്ളൂ. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രാപിക്കാൻ പോകുന്ന തേജസ്സും മറ്റനുഗ്രഹങ്ങളും ഒക്കെ അവരിലും അത് പ്രാപിക്കാൻ പോകുന്നു എന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കാഴ്ച നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മീയമായും രാഷ്ട്രീയമായും വരണ്ടൊടുങ്ങിയ ഒരു സ്ഥാനത്ത് കരുത്തുറ്റ ഒരു നാമ്പ് മുളച്ചു വരുവാൻ ദൈവത്താൽ സാധ്യമാണ്. കാരണം നമ്മൾ ഇപ്പോൾ കണ്ടത് മുഴുവൻ അതായിരുന്നു. ആ വാക്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ. ഇന്ന് ഈ തിരുവചന വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജീവിതത്തിലെ എല്ലാ വരണ്ടുണങ്ങിയ അനുഭവങ്ങളിൽ നിന്നും ദൈവത്തിന് പ്രസാദമുള്ള ചില മുളകൾ പൊട്ടിപ്പുറപ്പെടുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രി ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, പരിശുദ്ധാത്മാവ് ഞാൻ ചോദിക്കാനുള്ള ആഗ്രഹിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്. ഈ വ്യാഖ്യാനങ്ങൾ ശ്രമിക്കുമ്പോൾ, ഈ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരണ്ടുണങ്ങിയ അനുഭവങ്ങളുണ്ട്. ആ വരൾച്ച എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതൊരു രാഷ്ട്രീയ വളർച്ചയോ അല്ലെങ്കിൽ ഒരു ഭൗതിക വരൾച്ചയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
അതിനൊപ്പുറത്ത് ആത്മീക വളർച്ചയിൽ ചില മുളകൾ ദൈവത്തിന് പ്രസാദമുള്ള ചില മുളകൾ പൊട്ടിപ്പുറപ്പെടുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? അതിനായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, മറുരൂപമലയിൽ ചുരുക്കം ചില ശിഷ്യന്മാർ മാത്രം കർത്താവിന്റെ മഹത്വം നേരിട്ട് കണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ക്രൂശിൽ കടന്ന് വേദന അനുഭവിക്കുന്ന സമയത്ത് തന്നോട് കൂടി ക്രൂശിക്കപ്പെട്ട ആ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരാൾ ആ വരണ്ട അനുഭവം എന്ന് പറയുമ്പോൾ കൃത്യമായി, കാരണം അവൻ പിടിക്കപ്പെട്ടതാണ്, അവൻ ആ ശിക്ഷയ്ക്ക് അർഹനാണ്. അങ്ങനെ അവൻ ഒരു വിധത്തിലും ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന അവൻ ആ ക്രൂശിൽ കടന്ന് തന്റെ മരണത്തിനായി കാത്തു നിൽക്കുമ്പോൾ ആ വരണ്ട അനുഭവത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു. അവൻ കർത്താവിനോടുകൂടെ പറുദീസയിൽ ആശ്വാസം പ്രാപിച്ചു എന്നുള്ളതാണ് ആ തിരുവചനം നമ്മെ ഓർമ്മിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര വരണ്ട അനുഭവത്തിലും പ്രതിസന്ധികളിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാപിച്ച വലിയ മഹത്വം നമ്മുടെ ആത്മീയ ദൃഷ്ടിയിൽ നിന്നും മാഞ്ഞു പോകരുത്, അല്ലെങ്കിൽ മറഞ്ഞു പോകരുത്. നമ്മൾ കാഴ്ചയുള്ളവർ. യശയ്യാപ്രവചനത്തിന്റെ ആദ്യ വാക്യങ്ങൾ അന്ധതയെ കുറിച്ചാണ് പറഞ്ഞത്. ആ അന്ധതയിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കഷ്ടം അനുഭവിച്ച് അവൻ ക്രൂശിൽ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൽ ഇരുന്നു വേണ്ടി നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന, ഇന്നും ജീവിക്കുന്ന, നമുക്ക് വേണ്ടി മടങ്ങി വരുന്ന ഒരു കർത്താവിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ആ അന്ധതയിൽ നിന്നുള്ള ആ പ്രകാശം ലഭിച്ച കണ്ണുകൾ കാണുന്നത്. പ്രിയമുള്ളവരെ, അത് കാണുന്നത്, ആ കാഴ്ച നമ്മുടെ മുമ്പിൽ നിന്നും മാഞ്ഞു പോകരുത്. ആ വലിയ മഹത്വം കാണാൻ കഴിയാത്ത ആരെങ്കിലും എൻ്റെ ഈ വാക്കുകൾ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി ഞാൻ ഈ വചനങ്ങൾ ഇവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നു. ദൈവ വചനങ്ങൾ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.